നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്ന 15-കാരിയെയും നാട്ടുകാരനായ 42-കാരൻ പ്രദീപിനെയും ദുരൂഹമരണക്കേസിലെ വഴിത്തിരിവ് ഞെട്ടിപ്പിക്കുന്നതെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആശങ്ക രേഖപ്പെടുത്തിയത്. 3 ആഴ്ച മുമ്പാണ് കാസർഗോഡ് പൈവേളികയിലെ 15-കാരിയും അയൽവാസിയും കാണാതായത്. രാവിലെ ഉറക്കമുണർന്നപ്പോൾ മുറിയിൽ കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു മാതാപിതാക്കൾ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ പരാമർശിച്ചിരുന്നത്. പെൺകുട്ടിയെ കാണാതായ അതേ ദിവസം മുതൽ പ്രദേശത്ത് 42 വയസ്സുകാരൻ പ്രദീപിനെ കാണാനില്ലെന്ന പരാതിയിൽ പറഞ്ഞിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടർന്നുവെങ്കിലും മൊബൈൽ ഫോൺ ഓഫായിരുന്നതിനാൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഞായറാഴ്ച രാവിലെ നാട്ടുകാരിൽ ഒരാൾ പ്രദേശത്തെ കാട് കയറി കിടന്ന സ്ഥലത്ത് ഇവരെ തൂങ്ങിവെച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിനെ ഹൈക്കോടതി വിമർശിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറിയുമായി നേരിട്ട് ഹാജരാകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് MB സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകുകയായിരുന്നു. മാതാവ് പരാതി നൽകിയിട്ട് പോലീസ് ഗൗരവമായി അന്വേഷണം നടത്തിയില്ലെന്നതാണ് കോടതി അഭിപ്രായപ്പെട്ടത്. പെൺകുട്ടിയെ കാണാതായിട്ട് 29 ദിവസമായിരുന്നു. കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ചു അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. പരാതി നൽകിയിട്ട് ആഴ്ചകളായിട്ട് പോലീസ് നടപടിയെടുത്തില്ലെന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. പോലീസ് ഫലപ്രദമായും വേഗത്തിലും നടപടിയെടുത്തിരുന്നുവെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമെന്നാണ് ആ അമ്മ പറയുന്നത്. കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അറിയിച്ചു. കേസിലെ ഈ വഴിത്തിരിവ് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. ഹർജി ഇപ്പോൾ തീർപ്പാക്കുന്നത് ന്യായീകരിക്കാനാവില്ല. അന്തിമ തീരുമാനത്തിലെത്തുന്നതിന് മുൻപ് എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത്. വിദ്യാർത്ഥിനിയെയും ടാക്സി ഡ്രൈവറെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഡയറിയും ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. 15 വയസ്സുകാരുടെയും ടാക്സി ഡ്രൈവറായ പ്രദീപിന്റെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇരുവരുടെയും മൃതദേഹത്തിന് 3 ആഴ്ചയിലേറെ പഴക്കമുണ്ടെന്നും വിശദമായ പരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചുവെന്നും പോലീസ് പറഞ്ഞു. ഫെബ്രുവരി 12 പുലർച്ചെയാണ് വിദ്യാർത്ഥിനിയെയും പ്രദീപിനെയും വീട്ടിൽ നിന്ന് കാണാതായത്. ഇവരുടെ കോൾ റെക്കോർഡ് എപ്പോഴാണ് പരിശോധിച്ചതെന്ന് ചോദിച്ച കോടതി പെൺകുട്ടിയുടെ മരണം എപ്പോഴാണ് സംഭവിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചറിയുകയായിരുന്നു. കാണാതായ ദിവസം തന്നെ പെൺകുട്ടി മരിച്ചുവെന്നാണ് പോലീസ് കോടതിയിൽ മറുപടി പറഞ്ഞത്. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ എന്നാണ് പോലീസ് അന്വേഷണം നടത്തിയതെന്നും സംഭവത്തിൽ പോക്സോ കേസ് ചുമത്തി അന്വേഷണം വേഗത്തിൽ നടത്തണമെന്നുമായിരുന്നു ഹൈക്കോടതി വിമർശിച്ചത്. കൃത്യവിലോപം പോലീസിൽ നിന്നും ഉണ്ടായോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായാൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കണം. പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? പോലീസ് നായ പ്രദേശത്ത് പരിശോധന നടത്തിയത് എന്നാണ്? പെൺകുട്ടിയുടെ മരണം സംഭവിച്ച ദിവസങ്ങൾ കഴിഞ്ഞിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പോലീസ് നായയുടെ പരിശോധന വൈകിയതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. എന്നാൽ പെൺകുട്ടി ഒളിച്ചോടി പോയി എന്നാണ് കരുതിയതെന്നാണ് പോലീസ് നൽകിയ മറുപടി. ഇതോടെ 15 വയസ്സുള്ള പെൺകുട്ടിയല്ലേ കാണാതായതെന്ന് ചോദിച്ച കോടതി പോക്സോ കേസായി വേഗത്തിലുള്ള അന്വേഷണമല്ലേ വേണ്ടിയിരുന്നത്? പ്രായപൂർത്തിയായ സ്ത്രീ എന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം നടന്നതെന്നും കോടതി വിമർശിച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിനായി സംസാരിച്ചതാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ജീവിതകാലം മുഴുവൻ കുടുംബത്തെ ബാധിക്കുന്ന ദുഃഖമാണ് ഈ മരണമെന്ന് പറഞ്ഞ ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ടിൽ കേസ് ഡയറിയിൽ മോശമായി ഒന്നും കണ്ടില്ലെന്ന് നിരീക്ഷിച്ചു. അന്വേഷണം നടന്നുവെന്ന് കേസ് ഡയറി പരിശോധിച്ചതോടെ മനസ്സിലായി. കേസ് ഡയറി തൃപ്തികരമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണ് എന്നത് ആശങ്കപ്പെടുത്തുന്നു എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാണാതായി 26 ദിവസമെടുത്തു ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ. പോലീസ് ഇവിടെ എന്തു ചെയ്തുവെന്ന ചോദ്യമാണ് ആ നാട്ടുകാരും ചോദിക്കുന്നത്. ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിടത്ത് തന്നെയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ ചില്ല് പൊട്ടിയത് വ്യക്തമാണ്. പക്ഷെ അതൊക്കെ തന്നെ ഈ ടൈമിൽ പൊട്ടിയതുപോലെ തോന്നുകയുള്ളൂ. പക്ഷെ അക്കേഷ്യ മരത്തിന്റെ ഇലകൾ കൊണ്ട് നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു കാരണവശാലും ഫോൺ വീണ് പൊട്ടുന്നത് ഉറപ്പാണ്. കൂടാതെ ഒരു കല്ലുകൊണ്ടോ മറ്റോ ഉള്ള വീഴ്ച അല്ലെങ്കിൽ പാറയിൽ വീണ് പൊട്ടിയതുപോലുള്ള ആഘാതമാണ് ആ ഫോണിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നതൊരു ചോദ്യമാണ്. കൂടാതെ ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുള്ള പരിശോധനയിൽ ഒന്നും തന്നെ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല. വീടിന് 200 മീറ്റർ മാറിയാണ് പെൺകുട്ടിയുടെയും പ്രദീപിന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താത്ത മൃതദേഹങ്ങളാണ് 28 ദിവസങ്ങൾക്കൊടുവിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ആളുകളൊക്കെ തന്നെ ഇവിടങ്ങളിൽ വന്നു പോകാറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടില്ല? ഇതൊക്കെ ഒരു വല്ലാത്ത ചോദ്യമായി തന്നെ മാറുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ ഇവിടെ വെച്ച് മരണപ്പെട്ടതാണോ അതല്ല മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇരുവരുടെയും ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച കയറുകളിലെ കെട്ടുകൾ പോലും സാമ്യമുള്ളതാണ്.
എന്നാൽ ഇരുവരും എങ്ങനെയാണ് ഈ മരത്തിലേക്ക് കയറിയത്? ഇരുവർക്കും ഒരുമിച്ച് തന്നെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ല. കല്ലുകൾ അടുക്കിയ നിലയിലൊക്കെ കണ്ടെത്തിയെങ്കിലും താഴേക്ക് ചാടുന്നത് ആദ്യം ആരായിരിക്കും ആത്മഹത്യ ചെയ്തതെന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സമീപത്ത് നിന്ന് കണ്ടെടുത്ത കത്തി ചിലപ്പോൾ അത് കയർ മുറിക്കാനായി ഉപയോഗിച്ചതാകാമെന്നുമാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഒളിച്ചോടണമെന്ന ലക്ഷ്യവുമായല്ല ഇരുവരും ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ വ്യക്തമാണ്. കാരണം വീടുകളിൽ നിന്ന് തന്നെ പണമോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിരുന്നില്ല. കൂടാതെ പെൺകുട്ടി അന്ന് ധരിച്ചിരുന്ന വസ്ത്രവും കൂടാതെ ചെരുപ്പും ഫോണും മാത്രമാണ് ഇവിടെ നിന്ന് നഷ്ടമായിരുന്നത്. പെൺകുട്ടി അന്ന് ധരിച്ചിരുന്ന വസ്ത്രം തന്നെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയപ്പോഴും ധരിച്ചിരുന്നത്. എന്നാൽ വീട്ടിൽ നിന്നും നഷ്ടമായ ചെരുപ്പ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടില്ല. സമീപത്ത് നിന്ന് കത്തിയും കവറും ഫോണും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനമെങ്കിലും എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യവും അവശേഷിക്കുകയാണ്. കർണാടകയിലെ ബന്ധുവിന്റെ ഫോണിലേക്ക് ഇരുവരും ഒരുമിച്ചുള്ള 92-ലധികം ചിത്രങ്ങളാണ് പോയിട്ടുള്ളത്. ഫെബ്രുവരി 12-നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത്. കുട്ടിയെ കാണാതായ ദിവസം തന്നെ ഈ പ്രദേശവാസിയെ പ്രദീപിനെയും കാണാതാവുകയായിരുന്നു. ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയങ്ങളിലായി എടുത്ത ചിത്രങ്ങളാണ് അയച്ചു നൽകിയത്. ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകുമെന്ന സൂചന പോലീസിന് ലഭിച്ചത്. പിന്നാലെ കർണാടക പോലീസിന് ബന്ധപ്പെട്ട് കർണാടകയിലും തെരച്ചിൽ നടത്തി. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിപ്പിച്ചത്. പക്ഷെ ഈ അന്വേഷണത്തിലാണ് ഇരുവരെ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പരിസരത്ത് നിന്ന് തന്നെ 2 ഫോണുകളും ഒരു കത്തിയും ഒരു ചോക്ലേറ്റും കണ്ടെടുക്കുകയായിരുന്നു. പെൺകുട്ടിയെ കാണാതായി 28 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ലെന്നാണ് വിമർശനമൊക്കെ ഉയർന്നത്. കുട്ടി അയൽവാസിയുമായി ഒളിച്ചോടിയെന്നാണ് കഥകൾ പരന്നത്. കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിക്കുകയായിരുന്നു. ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായിരുന്നില്ല. പോക്സോ കേസ് ആയിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ല. ടവർ ലൊക്കേഷൻ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി. തുടർന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഞായറാഴ്ച രാവിലെ മുതൽ 52-അംഗ പോലീസ് സംഘവും നാട്ടുകാരുമടക്കം വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൈവളികയിലെ പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള മണ്ടിക്കാപ്പ് ഗ്രൗണ്ടിനടുത്തുള്ള അക്കേഷ്യ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണിത്. തോട്ടത്തിലെ ഉൾഭാഗങ്ങളിലാണ് കൂടുതൽ തെരച്ചിൽ നടത്തിയിരുന്നതെന്നും നേരത്തെ ഈ ഭാഗത്ത് തെരച്ചിൽ കാര്യമായി നടത്തിയിരുന്നില്ലെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട്. കൂടാതെ ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നതായും ചൈൽഡ് ലൈനിൽ അധ്യാപകർ യുവാവിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സഹോദര സ്നേഹമെന്ന പേരിൽ അന്ന് കേസ് ഒഴിവാക്കുകയായിരുന്നു. കൂടാതെ ക്ഷേത്രങ്ങളിലും മറ്റും ഇരുവരും ഒരുമിച്ച് യാത്രയും ചെയ്തിരുന്നു. പ്രദീപിന് ഈ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നൽകി. പെൺകുട്ടിയുടെ അച്ഛൻ ചികിത്സയ്ക്കായി ആശുപത്രിയിലൊക്കെ എത്തിച്ചിരുന്നത് ഇയാളാണ്. അല്ലാതെയും സഹായങ്ങൾ കുടുംബത്തിന് ചെയ്തിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.